ഇപ്പോൾ കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് അല്ലേ. അതിപ്പോൾ ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ടോപ്പുകളായിട്ട് അല്ലെങ്കിൽ വലിയതായിട്ട് ഇറക്കമൊക്കെ ഉള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പുകളായിട്ടൊക്കെ കോട്ടൺ വെച്ചിട്ടാണ് കാണുന്നത്. എനിക്കാണെങ്കിൽ ആദ്യമേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ള അടിപൊളി ഡ്രസ്സുകൾ ഇടുന്നത്. സാധാരണ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടും ജോർജറ്റ് ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഉള്ളതിനേക്കാൾ എനിക്കിഷ്ടം ഇടാനൊക്കെ കംഫർട്ട് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു ചെറിയൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടുള്ള കുറച്ച് മോഡലുകൾ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പർ 1 ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായി ഇതാ ഞാൻ 2.5 മീറ്റർ ക്ലോത്താണ് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാനുള്ള ക്ലോത്ത് 1/2 മീറ്റർ പാൻറ്റിൻ്റെ ക്ലോത്തിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്നിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ബാക്ക് പീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് മാത്രമായിട്ട് ആദ്യം കട്ട് ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. ചെറിയ ആലിയ കട്ട് മോഡലിൽ ആണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വീതി 21 ഇഞ്ചാണ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഉള്ളത്. ടോട്ടൽ 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ എനിക്കാണ് നമുക്ക് ഓപ്പൺ റൗണ്ട് വരുന്നത്, ഓപ്പണിൻ്റെ ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് എന്താ പറയുക 14 ഇഞ്ചാണ്. അപ്പോൾ അതിനേക്കാൾ ഒരു 4-5 ഇഞ്ച് വീതി എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ തന്നെ ക്ലോത്ത് ഞാൻ അങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 41 ലെങ്ത്ത് ഉള്ളത്, ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പൂട് കൂട്ടിയിട്ട് 43 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ 8 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 8 ഇഞ്ച് ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴേക്കൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് 8 ഇഞ്ച് തന്നെ കൈക്കുഴിക്ക് ഇടാനുള്ള അവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. 8 ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് 16 ഇഞ്ചാണ്, 15.5 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ചിനും കൂട്ടിയിട്ട് 16 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിപ്പ് ലെങ്ത്ത് 23 ഇഞ്ചാണ് കേട്ടോ ഹിപ്പ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതങ്ങനെ 3 അളവുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആദ്യം 8 ഇഞ്ച് ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്. പിന്നെ ആ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കും. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് വണ്ണം കുറഞ്ഞ ഭാഗത്ത് 16 ഇഞ്ചും വണ്ണം കൂടിയ ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് 23 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 അളവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇവിടെ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 46 ഇഞ്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 46 നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്നത് 11.5 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ചാണ് തയ്യൽ തുമ്പിടുന്നത്. അതിവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ആ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇങ്ങനെ ഞാനൊന്ന് കൈക്കുള്ള എൽ ഷേപ്പിൽ വരച്ചിട്ട് അവിടെ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ കൈക്കുഴി വരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കും നമുക്ക് നമ്മുടെ കൈക്കുഴി കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ കൈക്കുഴി ഉള്ളത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 2 ഭാഗമായിട്ടുള്ള 11 ഇഞ്ചും പ്ലസ് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടണം എനിക്ക്. അപ്പോൾ അതിവിടെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കറക്റ്റ് എന്താ പറയുക 13 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത്, അതായത് വണ്ണം കുറഞ്ഞ ഭാഗത്തുള്ള അളവ് റൗണ്ട് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ചിന് നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10.5 ഇഞ്ച് കിട്ടും. പിന്നെ അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം, അതായത് ഹിപ്പിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തുള്ള അളവ് എന്ന് പറയുന്നത് 52 ഇഞ്ചാണ്. അപ്പോൾ 52 ഇഞ്ചിന് നമ്മൾക്ക് 4 ഭാഗമാക്കുമ്പോൾ, അതുകൊണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടും. ആ 13 ഇഞ്ചിലേക്ക് ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് അവിടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴേക്ക് നമ്മൾ കിട്ടുന്ന അത്ര വീതി, ക്ലോത്തിൽ കിട്ടുന്ന അത്ര വീതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ നിന്ന് ജസ്റ്റ് ഞാനൊരു 1.5 ഇഞ്ച് 2 ഇഞ്ച്, അത് 1.5 ഇഞ്ചൊക്കെ മതിയാവും. 1.5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം താഴേക്ക് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ബാക്ക് പീസിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ടിത് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് യോക്കിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. താഴേക്ക്
നമ്മൾ മറ്റേ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. കാരണം ബാക്കിലേക്ക് വേണ്ടല്ലോ, ഫ്രണ്ടിലേക്ക് മാത്രം മതി. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഏറ്റവും അളവ് വരിക ചെസ്റ്റിൻ്റെ അളവായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്ന രീതിയിൽ മടക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് നമുക്ക് വരുന്ന തുണി നമുക്ക് കൈയിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതിന് ചെസ്റ്റിൻ്റെ അളവിന് കറക്റ്റായിട്ടാണ് കേട്ടോ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഷോൾഡർ 8 ഇഞ്ച് കൊടുക്കാം. 8 ഇഞ്ച് ഇതാ ഞാനിവിടെ 1 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് വീണ്ടും 8 ഇഞ്ച് ഇതാ ഇവിടേക്ക് കൈക്കുഴിക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ ഞാൻ ഇതുപോലെ ചെസ്റ്റും ചെറുതാക്കി ഒരു ചെരിഞ്ഞ് കുഴച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഭാഗം കറക്റ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവും 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റ് ലെങ്ത്ത്, അതായത് നമ്മൾ ആദ്യം നമ്മളിവിടെ എത്ര ലെങ്ത്താണ് അടയാളപ്പെടുത്തിയതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഞാനിത് കൊടുക്കുന്നത് 16.5 ഇഞ്ചാണ് ഞാൻ യോക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 16.5 ഇഞ്ച് എന്നുള്ളത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 16 ഇഞ്ചാണ് യോക്കുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് 16.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. എന്നിട്ട് താഴെ 16.5 ഇഞ്ചുള്ള എടുത്ത് അവിടെ വേസ്റ്റ് റൗണ്ട് നമുക്ക് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് എത്രയാണ് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് അതിലേക്ക് അളവ് കൊടുത്ത പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതാ അവിടെ നെക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അടയാളപ്പെടുത്തുന്ന 7 ഇഞ്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ താഴെ നിന്ന് ഏകദേശം ഒരു 5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 5 ഇഞ്ച് എന്നുള്ള അളവ് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അത് നമുക്ക് എത്രയാണ് തെറ്റാൻ പാടില്ല. ഒരു 5 ഇഞ്ച് അളവ് എല്ലാവർക്കും അറിയുന്നതാണ് അലയക്കെട്ട്, എന്നാലും ഞാൻ ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് തുടക്കക്കാർക്കൊക്കെ ആയിട്ടാണ് ഇത്ര വിശദമായിട്ട് പറയണത്. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് ആ അളവ് നമ്മൾ മറക്കാതെ നമ്മൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ആ ഒരു 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ലേ അവിടെ വരെ തയ്യൽ തുമ്പിനെ അങ്ങോട്ട് യോജിപ്പിക്കാതെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലോത്ത് നമ്മൾ രണ്ടാക്കിൻ്റെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പ്രിൻ്റ് ഇങ്ങനെ താഴേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് എന്താ പറയുക വീതി ഇങ്ങനെ തന്നെ മടക്കി ഇടാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് മറ്റേ രീതിയിൽ മടക്കി ഒന്നുകൂടി വീതി നമുക്ക് ഞൊറിവൊക്കെ കിട്ടുമായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ആ രീതിയിൽ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്യാമറ ഒന്ന് എന്താ പറയുക ഈ ഒരു രീതിയിലൊന്ന് ചെരിഞ്ഞു പോയിട്ട് അതുകൊണ്ടാണ് കാണാത്തത്. എന്നാൽ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് യോക്ക് പാട്ട് നമ്മൾ 16.5 ഇഞ്ച് എടുത്തു. അതിന് കഴിഞ്ഞിട്ടുള്ള ഇറക്കം നമുക്കിവിടെ എടുത്താൽ മതി. അതായത് 16 നമ്മൾ യോക്കിൻ്റെ ഇറക്കം അത് അടയാളപ്പെടുത്തിയതിന് ശേഷം, അതായത് ഇപ്പോൾ നമ്മൾ 16.5 ഇഞ്ച് 43 ഇഞ്ചാണല്ലോ മൊത്തത്തിൽ തയ്യൽ തുമ്പ് അടക്കുള്ളത്. അപ്പോൾ അതിന് നമ്മൾ 16.5 ഇഞ്ച് കുറച്ചിട്ട് എത്രയാണോ അത് അടയാളപ്പെടുത്താം. അപ്പോൾ 43 16 ഇഞ്ച് നമ്മൾ കുറക്കുമ്പോൾ 27 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ 5 ഇഞ്ച്, അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു 5 ഇഞ്ച് അളവുണ്ടല്ലോ അതും കൂടി ഈ ഒരു താഴേക്കുള്ള സ്കേർട്ടിൽ കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ 32 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചെയ്യും യോക്കിൻ്റെ അതേ അളവ് കുറച്ചിട്ടുള്ള ആ ഒരു അളവായിരിക്കും കൊടുക്കുക. പ്ലസ് നമ്മൾ 5 ഇഞ്ചും കൂടി നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്ത അളവ് കൂടി കൊടുത്തിട്ട് അത്രയും ലെങ്ത്തിലാണ് ക്ലോത്ത് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഇവിടെ നിന്ന് ഈ രണ്ടാക്കി മടക്കിയിട്ട് ഓപ്പണായി നിൽക്കുന്ന ഭാഗത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് ഇങ്ങനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ക്യാമറ അങ്ങനെ ഒരു എന്താ പറയുക താന്ന് പോയതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ ഇടാതിരിക്കാനും തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് തരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ 5 ഇഞ്ചിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തിലാണ് ഇങ്ങോട്ട് സൈഡിലേക്ക് ഓപ്പൺ ക്ലോത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തേക്ക് 5 ഇഞ്ച് ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ താഴേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്തിനേക്കാൾ നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കും വേണം കേട്ടോ. ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞൊറി വിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന ആലിയക്കട്ട് തന്നെയാണ്. എന്നാൽ എനിക്ക് ഈ ഒരു കട്ടിങ്ങിലുള്ള ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ അനിയൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം അവളുടെ അളവിലാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ക്ലോത്ത് വെച്ചിട്ട് ഇത്രയും വീതിയുള്ള ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഞൊറിവൊക്കെ ഇത്രത്തോളം ഞൊറിവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഈ ഒരു പ്രിൻറ്റ് ഈ ഒരു രീതിയിൽ വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്താ പറയുക നല്ല രീതിയിൽ ഞൊറിവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാമായിരുന്നു.
ഇനി നമ്മൾ ഒരു കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്തിൽ നിന്ന് സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അതിലേക്ക് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 16.5 ഇഞ്ച് അവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈക്കുഴി എത്രയാണോ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനവിടെ താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് 3.5 ഇഞ്ച് ഇങ്ങോട്ട്, അത്യാവശ്യം വണ്ണുള്ള ആളായതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ച് ഇത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ മുകളിൽ നിന്ന് ആ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലൂടെ ആയിട്ട് വരച്ച് സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്ക് ഈ ഉള്ളിലൂടെ ആയിട്ടും ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈക്കുഴി അതേ അളവിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലീവ് റൗണ്ട് എത്രയാണ് എന്ന് കൊടുക്കുക. സ്ലീവ് റൗണ്ട് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 11 ഇഞ്ചിൻ്റെ പകുതി 5.5 ഇഞ്ചും തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൈയിൻ്റെ ആ ഒരു വണ്ണുള്ള ഭാഗത്ത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിനെ രണ്ടാക്കിയത് 8.5 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സ്ലീവിൻ്റെ ഭാഗത്തോടെ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ചെറിയൊരു കട്ടിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവ്സ്, കറക്റ്റ് സ്ലീവ്സിൻ്റെ എന്താ പറയുക അളവ്. ഇനി നമ്മൾ അതിന് ഒരു കരയായിട്ട് ഈ ക്ലോത്തിൽ ബാക്കി വരുന്നതുകൊണ്ട് ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് കരയാക്കി വെച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് 2ആക്കി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 4ആക്കി മടക്കിയിട്ട് നമുക്ക് 2 സ്ലീവ്സിനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2ആക്കി മടക്കിയിട്ട് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോത്ത് ഞാൻ 5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മടക്കി തുമ്പും ഒക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് വീതിയിൽ കര കിട്ടും. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ അതേ അളവിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും കൂടി ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് 2 സ്ലീവ്സിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് എന്താ വെച്ചാൽ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. കാരണം ലൈനിങ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഞാൻ ക്യാൻവാസിൽ നെക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എത്രയാണ് നെക്കിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിടുത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള നെക്ക് വിടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഈ ആലിയകെട്ടിന് നമുക്ക് വി നെക്കാണ് എപ്പോഴും ഭംഗി എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ഞാൻ വി നെക്ക് ഒരു ചെറുതായിട്ട് ഒരു എന്താ പറയുക കുത്തനെയുള്ള വി അല്ല, ചെറിയൊരു ചെരിവൊക്കെയായിട്ടുള്ള ഒരു വി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചു കൊടുത്തതിനേക്കാൾ 1 ഇഞ്ച് ഇപ്പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് 3.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നെക്ക് വിടുത്തെടുക്കുന്നത്. 4 ഇഞ്ച് നെക്കിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചൊക്കെ പോയിട്ട് 3.5 ഇഞ്ചോളം നെക്കിൻ്റെ ഇറക്കം കിട്ടും ബാക്കിൽ. പിന്നെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒരേപോലെ 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നമ്മൾ റൗണ്ട് ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഏകദേശം 1 ഇഞ്ച് താഴെയായിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് എക്സ്ട്രാ ഉള്ള ഭാഗത്തൂടെ 1 ഇഞ്ച് ഇട്ട ഭാഗത്തൂടെ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കറക്റ്റ് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത 2 നെക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നല്ല ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്ത് എടുത്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻവാസിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കാത്തതുകൊണ്ട് ക്യാൻവാസ് ഒരു നെക്കൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചാൽ ഒരു അടിപൊളിയായിട്ട് കിട്ടുമല്ലോ അല്ലേ. ഇനി നമുക്ക് ഞാൻ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫ്രണ്ടിലത്തെ യോക്ക് ഭാഗം ഈ ഒരു ക്ലോത്തിലായതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോത്തിൽ തന്നെയാണ് ഫ്രണ്ട് നെക്ക് അയൺ ചെയ്ത് എടുക്കുന്നത്. ബാക്കിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ ബാക്കിലേക്ക് നമ്മൾ സാധാ ക്ലോത്താണ് ഈ ഒരു ക്ലോത്താണല്ലോ. അപ്പോൾ അതിൽ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി അയൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിലൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പുള്ള രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ 1/4 ഇഞ്ച് ഭാഗം ഉള്ളിലേക്ക് ക്യാൻവാസിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഒരു ക്യാൻവാസിൻ്റെ ആക്കിയിട്ട് നമുക്ക് 1/4 ഇഞ്ച് മടക്കി തയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ മടക്കി തയ്ച്ച് സെറ്റാക്കിയതാണ്. ഇതുപോലെ ഞാൻ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നമ്മളിതാ യോക്ക് ഭാഗത്ത് നെക്ക് ആദ്യം ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ യോക്ക് ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് യോക്കിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ സെൻറ്റർ ഭാഗവും ഇതുപോലെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോക്ക് കൊണ്ട് ഇങ്ങനെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താലും മതി കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കാൻ, ചെറിയ കത്രി കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ടിങ് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് വെച്ചിട്ട് രണ്ടിൻ്റെയും കട്ട് ചെയ്ത് ആ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ക്ലോത്ത് നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ക്ലോത്ത് വെക്കണം. ക്യാൻവാസ് കാണുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലോത്തും വെച്ച് കൊടുത്തിട്ട് ആ ക്യാൻവാസിലൂടെ തന്നെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഉള്ളിലൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ച്ചാൽ നമ്മുടെ നെക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് വി ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ക്യാൻവാസ് കൊണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴായാലും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടൂലേ. ഇനി നമുക്കിത് താഴേക്ക് എങ്ങനെ ഞാനിത് തയ്ക്കണത്, ഈ ഒരു സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് തയ്ക്കണത് നോക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം എങ്ങനെയാണ് ഈ ക്ലോത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനെന്താ ഇതുപോലെ ഇങ്ങനെ ആ ഒരു കട്ടിങ് കൊടുത്ത ചെരിവുണ്ടല്ലോ, ഒരു 5 ഇഞ്ച് വീതി ഇറക്കത്തിൽ നമ്മൾ ചെരിഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ എങ്ങനെയാണ് ക്ലോത്ത് വരിക അതേ രീതിയിൽ തന്നെ നല്ല ഭാഗമൊക്കെ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കൂർത്ത് നിൽക്കും. അത് നമ്മൾ എങ്ങനെയാണ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ ഈ ഭാഗം തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പിന് ഏകദേശം ഞാനൊരു 3 ഇഞ്ചോളം വിടാറുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ വിട്ടിട്ട് ഈ സെൻറ്റർ ഭാഗത്തേക്ക് ഞൊറിവ് വരുന്ന രീതി, കൂടുതൽ ഞൊറിവ് വരുന്ന രീതിയിലാണ് ഞാൻ ഞൊറിവ് എടുക്കാറുള്ളത്. സൈഡിലേക്ക് അങ്ങനെ അധികം നമുക്ക് ഞൊറിവ് വേണ്ടല്ലോ, നമ്മൾ തയ്യലായിട്ട് പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സെൻറ്റർ ഭാഗത്ത് നിന്ന് ഏകദേശം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് ഈ 2 സൈഡിൽ നിന്ന് 3 ഇഞ്ചോളം വിട്ടിട്ട് ബാക്കിയുള്ളതാണ് ഞൊറിവ് കൊടുക്കുക. സെൻറ്റർ ഭാഗത്തേക്ക് കൂടുതൽ ഞൊറിവ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം ഞൊറിവ് ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇതേ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സെൻറ്റർ നമുക്ക് മനസ്സിലാവുക, കൂർത്തങ്ങ് നിൽക്കുന്നുണ്ടാവില്ല, അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിതാ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇതുപോലെ ഇങ്ങനെ ഞൊറിവിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇനി എത്ര ക്ലോത്ത് വരുന്നുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഞൊറിവിട്ടിട്ട് കറക്റ്റാക്കി കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് മറ്റേ സൈഡിലേക്ക് അതുപോലെ ഞൊറിവിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലേക്ക് അധികം ഞൊറിവില്ലാതെ കൂടുതൽ ഞൊറി സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇതെല്ലാവരും ഒരുപാട് മോഡൽ ഞാൻ ഈ ഒരു ആലിയ കട്ടിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോഡലായതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ നമുക്ക് ഈ കോട്ടണിൽ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമ്മൾ ബാക്ക് പീസ് നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കണം. അപ്പോൾ മറിച്ച് തയ്ക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, 2 സൈഡിലും ഇതുപോലെ ഷോൾഡർ കൂട്ടി തയ്ച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ, ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാനായിട്ട് കേട്ടോ. ഷോൾഡർ കൂട്ടി തയ്ക്കുമ്പോൾ ആ ഒരു രീതിയിൽ തയ്ച്ചാൽ പെർഫെക്റ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഞാനിത് ആ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറും നമ്മൾ ഇതുപോലെ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. 2 സൈഡ് ഷോൾഡറൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വെച്ചാൽ സ്ലീവ് ആണല്ലോ അല്ലേ. അപ്പോൾ സ്ലീവ്സ് നമുക്ക് എങ്ങനെ ആദ്യം കരയൊക്കെ ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം സ്ലീവ് ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഒന്ന് എടുക്കാം. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ തന്നെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഈ ക്ലോത്ത് ആദ്യം നമുക്ക് എങ്ങനെയാണ് കര വരേണ്ടത്, നല്ല ഭാഗത്ത് കര എങ്ങനെയാണ് വരേണ്ടത് അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന്
ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി വീഡിയോ നോക്കി തയ്ക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ കുറേ ഡ്രസ്സുകൾ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ പഠിക്കാനൊക്കെ പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമുക്കതൊരു ഓരോരുത്തർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുമ്പോൾ അത് എനിക്കൊരുപാട് ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറയുന്നത്. അറിയാവുന്നവരാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് പോവാം അല്ലേ. അപ്പോൾ ആദ്യം ചീത്ത ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ക്ലോത്ത് ഈ ഒരു കര വെക്കാനുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ കര വെച്ച് എടുക്കുമ്പോൾ നമുക്ക് അതിലേക്കൊരു യോജിപ്പ്, നമ്മുടെ നെക്കിലുള്ള ആ ഒരു ഡിസൈനും ഇതും തമ്മിലൊരു യോജിപ്പ് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് 2 സ്ലീവും അതുപോലെ ചീത്ത ഭാഗത്ത് വെച്ച് ആദ്യം കര തയ്ച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സെറ്റ് 2 സ്ലീവും ഞാനിന്ന് കര വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലോത്തിലൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ മെഷീനിൽ നമ്മൾ ഇതുപോലെ വിരിച്ച് വെക്കണം. നല്ല ഭാഗം, നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് രീതിയിൽ വിരിച്ച് വെച്ചിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോഴേ അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് വെച്ചിട്ട് ആദ്യം നമുക്കൊരു സൈഡിലേക്ക് തയ്ക്കാം. വീണ്ടും നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് മറ്റേ സൈഡിലേക്കും തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ആക്കിയാൽ നമ്മൾ സ്ലീവും അടിപൊളിയായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കിട്ടും. ഇതുപോലെ 2 സ്ലീവ്സും നമ്മൾ ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 2 ഭാഗത്തും നമ്മൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് തന്നെ നമുക്ക് 2 സൈഡും മൊത്തത്തിൽ സ്ലീവിൻ്റെ എൻഡ് ഭാഗം മുതൽ കൈക്കുഴിയുടെ തയ്ച്ചിങ്ങനെ വന്നിട്ട് ഡ്രസ്സിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം വരെ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എത്രയാണോ ബോഡി ഷേപ്പ് എന്നൊക്കെ നോക്കിയിട്ട് അത് അതിൽ അടയാളപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം സ്ലീവിൻ്റെ എൻഡ് ഭാഗം മുതൽ ഡ്രസ്സിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം വരെ 1 ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ 2 സൈഡും കൂട്ടി തയ്ച്ചിട്ട് താഴ്ഭാഗവും അതുപോലെ തന്നെ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ആദ്യം 1/2 ഇഞ്ച് വീതി മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി 1/2 ഇഞ്ച് വീതിയിൽ മടക്കി 2 സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എൻ്റെ നാത്തൂന് വേണ്ടിയുള്ളതായതുകൊണ്ട് നമ്മളിതിൽ അളവൊക്കെ ഒന്ന് ഞാൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കിതിൽ ചെസ്റ്റും വേസ്റ്റും മാത്രമേ ഉള്ളൂ അടയാളപ്പെടുത്തി കൊടുക്കാൻ. താഴേക്ക് ഇങ്ങനെ ഞൊറിവായതുകൊണ്ട് തന്നെ നമുക്ക് ഹിപ്പിൻ്റെ അളവൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വെച്ചതിന് ശേഷം ചെസ്റ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് 46 വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി വരെ 23 അല്ലേ. അപ്പോൾ ആ 23 ഇങ്ങനെ നീളത്തിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 23 കറക്റ്റ് കൊടുക്കില്ല, ഞാനൊരു 1/2 ഇഞ്ച് 2 സൈഡിൽ 1/4 ഇഞ്ചായിട്ട് ഒരു 1/2 ഇഞ്ച് ഒരു ഇച്ചിരി ഇടും കേട്ടോ. അങ്ങനെ ടൈറ്റായി ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി 1/2 ഇഞ്ചോളം എക്സ്ട്രാ ഇട്ട് കൊടുക്കും. അതായത് 23 ഉള്ളത് മൊത്തത്തിൽ 23.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ചെസ്റ്റ്. അതുപോലെ തന്നെ 42 എന്ത് വരുന്നത് വേസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിന് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ പകുതിയെ ഞാൻ 21.5 ഇഞ്ച് എടുത്തിട്ട് 2 സൈഡിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവും കൂടിയും അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 18.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. 18.5 ഇഞ്ച് വരുമ്പോൾ 17 ഇഞ്ച് അല്ലേ. അപ്പോൾ 8.5 ഇഞ്ച് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ അളവുകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് യോജിപ്പിച്ച് അതേപോലെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. 5.5 ഇഞ്ച് ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഇഞ്ച് ഏകദേശം 8 ഇഞ്ചോളം തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം ടൈറ്റ് ആവുന്നത് അങ്ങനെ കോട്ടനൊക്കെ ആകുമ്പോൾ നമ്മൾ തിരുമ്പുമ്പോൾ ഒന്നും കൂടി ചുരുങ്ങുമല്ലോ. അപ്പോൾ ടൈറ്റ് ആവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചൊരു 4 ഇഞ്ച് എല്ലായിടത്തൊന്ന് എക്സ്ട്രാ ഇടും കേട്ടോ കോട്ടൻ ആകുമ്പോൾ.
അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാലും മതി. പക്ഷേ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇത്തിരി 1/4 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്ത് ലാസ്റ്റ് ലുക്കാണ് നമ്മുടെ ഇയറിഡ്സിൻ്റെ ലാസ്റ്റ് ലുക്കാണ് ഈ കാണുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഞൊറിവൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഒരു റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിന്ത്രയിലായാലും അജിയോയിലായാലും അങ്ങനെ മീഷോയിലൊക്കെ ആയാലും നമ്മൾക്ക് ഇതുപോലെയുള്ള കോട്ടൺ ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ്. ഇതിപ്പോൾ മുട്ടിൻ്റെ ഒപ്പമുള്ള ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാനത് അവൾക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇട്ടിട്ടുള്ള വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ഫോണിലെടുത്തത് കൊണ്ട് തന്നെ കളർ മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു. എന്താ ഞാൻ അവളിട്ടിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, 2 ഫോണിലായതുകൊണ്ട് കളർ മാറ്റം വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.